അറിയുന്ന പോലെ തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ ഇന്നാണ് നാട്ടിലേക്ക് എത്തുക. അല്പസമയത്തിനകം അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും. അമ്മയെ കാത്തു നിൽക്കുകയാണ് മിഥുന്റെ അനുജനും മറ്റു കുടുംബാംഗങ്ങളും. അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം. അനിൽ ജോർജ്, ഈ വിമാനം എത്തിയോ? എപ്പോഴാണ്? ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ആരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതു, അല്പസമയത്തിനകം തന്നെ മരിച്ച കുട്ടിയുടെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി അടുത്ത ബന്ധുക്കൾ, സുജയുടെ സഹോദരി, ഒപ്പം തന്നെ നാട്ടുകാർ, അതുപോലെ തന്നെ സുജയുടെ ഇളയ മകൻ എന്നിവരാണ് ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുള്ളത്. വലിയ ദുഃഖകരമായ ഒരു സാഹചര്യവും ഒരു അന്തരീക്ഷവുമാണുള്ളത്. എപ്പോഴത്തേക്കാണ് എത്തുക? ഇപ്പോൾ 4 മിനിറ്റിനകം എത്തുന്ന 9:04 പറഞ്ഞത് ലാൻഡ് ചെയ്യുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. വാഹനം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അന്നേരം വേറെ അസൗകര്യമൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തക്ക രീതിയിലുള്ള സാഹചര്യം ഒപ്പിച്ചു തന്നിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. ഇവിടെ വന്നാൽ ഞങ്ങൾ തൊട്ടടുത്ത ബന്ധമെന്ന് പറയുന്നത് സുജയുടെ ചേട്ടത്തി മാത്രമേ ഉള്ളൂ. മകനുമുണ്ട്, ഇളയ മകനും. പിന്നെ ഞങ്ങളെല്ലാം അടുത്തുള്ളവരുടെ സുഹൃത്തുക്കളുമാണ്. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. വിഷമിപ്പിക്കാതെ കൊണ്ടുവന്നത്. സേതു, ഇത്തരത്തിൽ അടുത്ത ബന്ധുക്കൾ, നാട്ടുകാരൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. സുജയ, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതൊക്കെ സുജയായിരുന്നു. ഈ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നു. ആ രീതിയിൽ കുടുംബം പൊട്ടിപ്പുലർത്തിയിരുന്നു. അതിനുശേഷം ആണ് കുടുംബത്തിൻ്റെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയത്. 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ തുർക്കിയിലേക്ക് ജോലിക്കായി സുജ പോയിട്ട്. 2 പറക്കമുറ്റാത്ത 2 കുട്ടികളെ ഇവിടെ നാട്ടിലാക്കിയിട്ടാണ് സുജ പോകുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ അതിൽ ഒരു കുട്ടിയില്ല എന്ന സങ്കടകരമായൊരു സാഹചര്യത്തെയാണ് സുജ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. അടുത്ത ബന്ധുക്കൾ, ഒപ്പം തന്നെ ഇളയ മകൻ എന്നിവരാണ് ഇപ്പോൾ ഇവിടെ ഈ വിമാനത്താവളത്തിലുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സുജയോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു താങ്ങായി, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് സുജയെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പോകാനുള്ള വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം അതെ, 9:05 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിമാനം ലാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നതും. ഇപ്പോൾ എന്നാൽ അകത്തു നിന്ന് ഇതുവരെ ഒരു കൃത്യമായ വിവരം ഇവിടെ നിൽക്കുന്നവർക്ക് ലഭിച്ചിട്ടില്ല. ആദ്യ സമയത്ത് പോലീസിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്ന വിവരമാണ് 9:05 എത്തും എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവുന്നതേ ഉള്ളൂ. 9:15 വിമാനം ലാൻഡ് ചെയ്യൂ. അതിനുശേഷം, അതായത് ഒരു 9:30 സുജ പുറത്തേക്ക് വരൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജയെ കാത്തു നിൽക്കുകയാണ്. സുജയുടെ മകനും സുജയുടെ അടുത്ത ബന്ധുക്കളും. ഒരു കുടുംബത്തിൻ്റെ ഈ സാമ്പത്തികമായ കുടുംബത്തെ ഒന്ന് കൈപിടിച്ചുയർത്താൻ, മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകാൻ, ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി 4 മാസം മുൻപ് വിദേശത്തേക്ക് പോയതാണ് മിഥുൻ്റെ അമ്മ സുജ. പക്ഷേ ആ 4 മാസങ്ങൾക്കിപ്പുറം ആ അമ്മ നാട്ടിലേക്ക് എത്തുന്നത് തൻ്റെ മകൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. തൻ്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ്. അത്രമേൽ ഹൃദയഭേദകമായ നിമിഷങ്ങൾക്കാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നതും. അമ്മ സുജയെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അമ്മ നാട്ടിലേക്ക് വരുന്നത്. കാരണം തിരികെ ഇത്രയും വേഗം നാട്ടിലേക്ക് വരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഇടപെടലുണ്ടായതും ടിക്കറ്റ് അടക്കം അമ്മയ്ക്ക് വേഗത്തിൽ ലഭ്യമായതുമൊക്കെ.
അങ്ങനെ മിഥുൻ്റെ സംസ്കാര ചടങ്ങ് ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അമ്മ എത്തി, അമ്മ ഒരു നോക്ക് കണ്ടതിന് ശേഷം മാത്രം സംസ്കാരം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞതും. അങ്ങനെയാണ് ഈ അമ്മ എത്രയും വേഗം ഇവിടേക്ക് എത്തിയത്. അനിൽ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 9:10 എത്തുന്നു. അപ്പോൾ 9:15 അമ്മ എത്തും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരങ്ങളല്ലേ? അതെ, 9:15 വിമാനമെത്തും. 9:15 ശേഷം അമ്മ പുറത്തേക്ക് വരും. 9:30 ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ കഴിയും എന്നാണ് ഇവർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അനിലിപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ അറിഞ്ഞത് അമ്മ തിരികെ ഇവിടേക്ക് എത്തിയാൽ, വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ വേഗത്തിൽ വീട്ടിലേക്ക് എത്തിക്കാൻ, കാരണം കുഞ്ഞിൻ്റെ മൃതദേഹം 10 മണി മുതൽ തന്നെ പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനം നടത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം വീട്ടിലെത്താൻ ഒരു പോലീസ് സുരക്ഷ ഒരുക്കും. പോലീസ് നേരത്തെ പോയി ഈ പാതയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു, വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണോ? ആ ഒരു സജ്ജീകരണമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? അത്തരം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത്. അവിടെ പോലീസ് ഇപ്പോഴും ബന്ധപ്പെട്ടു. അവിടുന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ ആയാൽ അവരെ കൃത്യമായി അറിയിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ നിലയിൽ തന്നെ വഴി കൃത്യമായി ഒരുക്കിക്കൊണ്ട് എത്രയും വേഗം സുജയെ മകൻ്റെ അടുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പോകാനുള്ള വാഹനമടക്കം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സുജയുടെ മകൻ ഇപ്പോൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ സുജയുടെ സഹോദരി ഇവിടെയുണ്ട്. ഒപ്പം ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും വളരെ വലിയ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പലരും എന്തെങ്കിലും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു മാനസിക നിലയിൽ തന്നെയാണുള്ളത്. കാരണം അത്രത്തോളം സുജയ്ക്ക് മക്കളെ ജീവനായിരുന്നു, മക്കളെ വലിയ കരുതലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയോടുകൂടി ആ അമ്മ ഇവിടേക്ക് പറഞ്ഞിറങ്ങുകയും. അനിലേക്ക് ഞാൻ മടങ്ങിയെത്താം, അമ്മ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന മുറയ്ക്ക് ഞാൻ മടങ്ങിയെത്താം അനിലിലേക്ക്. ഇപ്പോൾ ഈ കൊല്ലം തേവലക്കരയിൽ മരിച്ച മിഥുൻ്റെ അമ്മ ഉടൻ തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തും. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇളയ മകനും മറ്റ് ബന്ധുക്കളുമൊക്കെ. മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിൽ രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് നിലവിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന അധ്യാപികയുടെ സസ്പെൻഷന് പിറകെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. ഷമീർ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണോ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ? സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? സേതുലക്ഷ്മി, 10 മണിയോടുകൂടി പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോഴുള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ നിന്നും ഇവിടേക്ക് വരാൻ ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിനായി എല്ലാ സ്കൂളിന്റെ ഭാരവാഹികളടക്കം എല്ലാ ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ അടക്കം ഇവിടേക്ക് എത്തിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകിയിട്ടുമുണ്ട്. അവരൊക്കെ തന്നെ തങ്ങളുടെ കൂടെ ഈ സ്കൂളിൽ ഒപ്പം പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഒപ്പം കളിച്ചു നടന്നിരുന്ന തങ്ങളുടെ സഹപാഠിക്ക് യാത്രയയപ്പ് നൽകാനായി അവരും ഈ സ്കൂളിലേക്ക് എത്തും. നിലവിൽ കുട്ടികൾ ആരും തന്നെ എത്തിയിട്ടില്ല. മൃതദേഹം എത്തുന്ന മുറയ്ക്കായിരിക്കും ഇത്തരത്തിൽ സ്കൂളിലെ കുട്ടികൾ ഈ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് വരുന്നത്. അധ്യാപകരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ സമര പരമ്പരകളായിരുന്നു ഈ സ്കൂളിലേക്ക് നടന്നിരുന്നത്. എന്നാൽ ഇന്ന് വളരെ സങ്കടകരമായ ഒരു ദിവസമാണ്. ആർക്കും എല്ലാവരും ഈ സ്കൂളിലേക്ക് എത്തുന്നത് മിഥുനെ ഒരു നോക്ക്, കേരളത്തിന്റെ നോവായി മാറിയ മിഥുനെ ഒരു നോക്ക് കാണാനായിട്ടാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത്. എന്തായാലും മാതാവ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പോലീസ് സഹായം ലഭിക്കും. അത് വളരെ വേഗത്തിൽ സാധ്യമാക്കി അവരെ വീട്ടിലേക്കായിരിക്കും അവർ ആദ്യം എത്തുക. മൃതദേഹം ആ സമയത്ത് ഇവിടെ പൊതുദർശനം നടക്കും. ഇതിനുശേഷം ഏതാണ്ട് 12 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അനാസ്ഥയ്ക്ക് ഇരയായ കുഞ്ഞിന്
യാത്രയേകാൻ ഈ നാടൊന്നാകെ കാത്തിരിക്കുന്നു, തേവലക്കര ഒന്നാകെ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഒന്ന് അവസാനമായി കാണുവാനായി ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാകുകയും ചെയ്യുന്നു. മിഥുന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്കൂളിന്റെ തീർച്ചയായും ഷമീർ, അത് എന്തൊരു കാഴ്ചയാണ് അല്ലെ, ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ ആ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്ന കുട്ടിയാണ്, അവിടുത്തെ ആ 8B ക്ലാസ്സിലിരുന്ന് പഠിച്ച കുട്ടിയാണ്, ആ കൂട്ടുകാർക്കൊപ്പം അവരിൽ ഒരാളായി നിന്നിരുന്ന കുട്ടിയാണ്, അധ്യാപകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ആ കുട്ടി അവസാനമായിട്ട് അവൻ്റെ നിശ്ചലനായ ശരീരം, അവൻ്റെ ശരീരം അവിടേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അത്രമേൽ ഹൃദയഭേദകമാണ്. അധ്യാപകർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും കാണുന്ന നമ്മൾക്കുമൊക്കെ. ഷമീറെ, കേൾക്കാമോ? ഓക്കെ. ഷമീർ കേൾക്കാമോ? ഷമീർ, മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്ന പോലെ തന്നെ നിലവിൽ നടക്കുമെന്നാണ് ഷമീറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ ഈ മിഥുൻ പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനം ആരംഭിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ എല്ലാ ക്രമീകരണങ്ങളുമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മിഥുൻ്റെ കൂട്ടുകാരും അധ്യാപകരും നാട്ടുകാരുമൊക്കെ അവിടേക്ക് എത്തും. കുഞ്ഞിൻ്റെ ഈ ഫ്ലെക്സൊക്കെ അവിടെ പതിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുന്നത് തന്നെ അത്രമേൽ സങ്കടകരമാണ്. കഴിഞ്ഞ ദിവസം വരെ ഓടിക്കളിച്ച് ആ മുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന കുട്ടിയാണ് ചേതനയറ്റ ശരീരമായി അവിടേക്ക് എത്തിച്ചേരുന്നത്. അനിൽ കൂടി തുടരുന്നുണ്ട് നമുക്കൊപ്പം. അനിലെ, ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് വിമാനം എത്താനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?